ഇക്കഴിഞ്ഞ നാളുകളിൽ ഇക്കഴിഞ്ഞ 62 ദിവസവും അതിനു മുമ്പുള്ള 140 ദിവസങ്ങളിലുമായി രാഹുൽ ഗാന്ധി ഭാരതത്തിൻ്റെ തലങ്ങും വിലങ്ങും നടന്ന യാത്ര ഇന്ത്യൻ ജനാധിപത്യത്തിൽ വളരെ അസാധാരണമായ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ കഴിയാത്തൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു. അതൊരു വലിയൊരു പൊളിറ്റിക്കൽ എഫേർട്ടായിരുന്നു. ആ എഫേർട്ട് കാര്യമായ ഒരു ഫലമുണ്ടാക്കുമോ എന്ന് നമുക്കറിയില്ല നമ്പറുകളുടെ കണക്കിൽ. പക്ഷേ അതൊരു ആശയത്തെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ആശയത്തോട് ഐക്യപ്പെട്ട് നിൽക്കണമായിരുന്നു CPM എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇന്ന് അവിടെ എത്തിയിരിക്കുന്ന ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ തേജസ്വി യാദവ് അടക്കമുള്ള ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് തന്നെ ഒരുപക്ഷെ സൗരഭ് ഭരദ്വാജ് അടക്കമുള്ള ഡൽഹി ആരോഗ്യ വകുപ്പ് മന്ത്രിയും അവിടെ പങ്കെടുത്തിട്ടുണ്ടാകും എന്നാണ്. അപ്പോൾ പഞ്ചാബിൽ അവർ തമ്മിൽ ഒരു സഖ്യവുമില്ല. പക്ഷേ എന്നിട്ടും ആം ആദ്മി പാർട്ടി ഈ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് ഇതിൽ ന്യായം പറയാൻ ഈ സീറ്റിൻ്റെ കാര്യമാണ് ന്യായം പറയുന്നതെങ്കിൽ അത് വളരെ ഇടുങ്ങിയ ഒരു പ്രായോഗികമായ മനസ്സിൽ നിന്നാണ് വന്നത്.